ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ചധികം കാര്യങ്ങളാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് കെയർ, പ്രൊപ്പഗേഷൻസ്, അതുപോലെ വീടിനുള്ളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് വീടിനുള്ളിൽ വളർത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇത് നമ്മുടെ വീടുകളുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കണ്ടുവന്നിരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്ന് മാത്രമല്ല ടർപ്പപ്പോള, സാൻസിവേരിയ അങ്ങനെ പലതരം പേരുകളിൽ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ കമൻറ്റ് ചെയ്യണേ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. വലിയ കെയറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടുകളിൽ ഇൻഡോറായിട്ട് വളർത്തിയെടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ പറ്റും. ഈ ഒരു പ്ലാന്റിന് സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ സർപ്പത്തിൻ്റെ ഉറ ഒഴിഞ്ഞു കിടന്നാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഈ പ്ലാന്റിൻ്റെ ഇലകൾ. അതുകൊണ്ടാണ് നമ്മളിതിനെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് രാത്രിയിൽ ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാകും. അത് ഡേ ടൈമിൽ അടഞ്ഞും രാത്രി അത് തുറന്നും നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടും. രാത്രി സമയത്ത് നമ്മൾ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ടല്ലേ കിടക്കുന്നത്. ആ ഒരു സമയത്ത് നല്ല ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തരുന്നത്. നമ്മൾ ഇൻഡോറായിട്ട് നമ്മുടെ റൂമുകളിലും മറ്റും വയ്ക്കുവാണെങ്കിൽ രാത്രി നല്ലൊരു ഓക്സിജൻ നമുക്കിത് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ശ്വാസമുട്ടലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ റൂമുകളിൽ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി സമയം നമ്മൾ ജനലും വാതിലും ഒക്കെ അടച്ചിടുന്ന സമയത്ത് അവർക്കിത് വളരെ പ്രയോജനം ചെയ്യും. നമ്മൾ ഇൻഡോറായിട്ട് ഈ പ്ലാന്റ് വളർത്തുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഓക്സിജൻ തരുന്ന ഇത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇതിൻ്റെ കെയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നും ഈ പ്ലാന്റിനില്ല. ഒരു വലിയ വാവട്ടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് നല്ല വൃത്തിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേരുകളെന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വേരുകളാണ്. അതുകൊണ്ട് നമുക്ക് വാവട്ടമുള്ള നല്ല കുഞ്ഞു പോട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോക്കോപീറ്റും മണ്ണും മണലും ചാണകം പൊടിയും ചേർന്ന പോട്ടി മിക്സിലാണ് നമ്മൾ ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത്. കോക്കോപീറ്റ് ചേർക്കുമ്പോൾ നമുക്ക് നല്ല ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. കോക്കോപീറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കാൻ പറ്റുന്നത് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് വളരത്തുള്ളൂ. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും സെറ്റ് ചെയ്യുക. ഇനി ഇരുട്ടായിട്ടുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ ചെടിക്കൊരു കുഴപ്പമില്ല, വളരുക തന്നെ ചെയ്യും. പിന്നെ വളർച്ച കുറച്ച് കുറവായിരിക്കുമെന്നേ ഉള്ളൂ. പ്ലാന്റ് നല്ല ഇതായിട്ട് തന്നെ വളരും. പിന്നെ വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 2 തവണ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമായാൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീത്തയാകും. പിന്നെ നമ്മൾ ഇതിന് മഴക്കാലത്താണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഔട്ട്ഡോറിലാണ് പ്ലാന്റ് വളർത്തിയിരിക്കുന്നതെങ്കിൽ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മുടെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെടി നമ്മൾ പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വലിയ പ്ലാന്റിൻ്റെ താഴെ വരുന്ന കുഞ്ഞ് ബേബി പ്ലാന്റ്സ് ഇല്ലേ, അത് അടർത്തി മാറ്റി വേറൊരു പോട്ടിൽ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷനും പറ്റും. പക്ഷേ അതിന് ഒരുപാട് താമസം എടുക്കും. നമ്മൾ ലീഫ് ജലത്തിലോ മണ്ണിലോ നട്ട് വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം. പക്ഷേ അതിന് ഒരുപാട് സമയം എടുക്കും. പെട്ടെന്ന് വളരില്ല. ഒരു 5-6 മാസമൊക്കെ എടുക്കും അത് വളർന്ന് വരണമെങ്കിൽ. പിന്നെ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ഫെർട്ടിലൈസേഷനൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. നമ്മൾ മറ്റ് പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന പോലെ ഫെർട്ടിലൈസേഷനൊന്നും ഇതിനാവശ്യമില്ല. ഒരു 5-6 മാസം കൂടിയിരിക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഫെർട്ടിലൈസേഷൻ ചെയ്ത് കൊടുത്താൽ മതിയാകും. അതും ലിക്വിഡ് ഫെർട്ടിലൈസേഷനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഇതുവരെ ഈ പ്ലാന്റ് വളർത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗാർഡനിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിച്ച് വളർത്താൻ ശ്രമിക്കുക. ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്താൻ സാധിച്ചാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ കുറേ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.